മൈ യൂട്യൂബ് ചാനൽ പാർവതി സന്തോഷ് ഒഫീഷ്യൽ. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. നല്ല ലേറ്റായി. ഞാൻ സമയമൊന്നും പറയുന്നില്ല. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് നോർമലി ഇങ്ങനെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ നേരത്തെ അപ്ലോഡൊക്കെ ചെയ്ത വീഡിയോയിൽ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഉള്ള ഡേ ഇൻ മൈ ലൈഫാണ്. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ബെഡ് വിരിച്ചിടും, പിന്നെ ബ്രഷ് ചെയ്യും. അതൊക്കെയാണ് കാര്യങ്ങൾ രാവിലെ ഉള്ളത്. അപ്പോൾ നമുക്ക് പതുക്കെ എഴുന്നേക്കാനായിട്ടേ തോന്നുന്നില്ല. നല്ല ലേറ്റായി കിടന്നപ്പോൾ, 3 മണിയും കണ്ടായി കിടന്നപ്പോൾ. നല്ല ക്ഷീണമുണ്ട്, പക്ഷെ എഴുന്നേക്കണം. നല്ല സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുന്നേക്കാം. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നിട്ടിങ്ങനെ പുറത്തിറങ്ങി ഞാൻ നിൽക്കുമായിരുന്നു ബാൽക്കണിയിൽ. നല്ല കാറ്റുണ്ടെന്ന്, ഭയങ്കര വെയിലുണ്ട്. മഴയായിരുന്നു ഇന്നലെ വരെ. അപ്പോൾ അമ്മ ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യാം. സാധാരണ ഞാൻ എൻ്റെ ബാത്റൂമിൽ തന്നെയാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം 2 ദിവസം കൊണ്ട് ഞാൻ ബ്രഷ് കൊണ്ടുവന്ന് താഴെ വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇവിടെ വന്ന് ബ്രഷ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്തിട്ട് ബാക്കി രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് രാവിലത്തെ ചായയോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കാം. സത്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റിനെ കഴിക്കേണ്ട ആവശ്യമില്ല. അത്ര ലേറ്റായിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അതുകൊണ്ട് നമുക്കാദ്യം ബ്രഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് ബാക്കി രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇതാണ് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ രാവിലെ എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിക്കാം. അമ്മ രാവിലെ ഉള്ളത്? അമ്മ എന്താ ഉള്ളത്? ഇടിയപ്പവും കിഴങ്ങുകറിയും. അപ്പോൾ ഇന്ന് നമുക്ക് കുശാലാണ് കേട്ടോ. ഇടിയപ്പവും കിഴങ്ങുകറിയുണ്ട്. അല്ലെങ്കിൽ സാധാരണ അമ്മ ഇന്ന് പുട്ടാ ഉണ്ടാക്കാറ്. ബാക്കിൽ അച്ഛൻ നിൽപ്പുണ്ട്, പക്ഷെ ഞാൻ കാണിക്കുന്നില്ല. അവർക്കൊക്കെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അമ്മ രാവിലെ ഭയങ്കര ജോലി തിരക്കിൽ നിൽക്കുവാണ്. അതുകൊണ്ട് അമ്മേനെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് രാവിലെ പോയി ഇടിയപ്പവും കിഴങ്ങുകറിയും കഴിച്ചിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പം നമുക്ക് രാവിലെ ഇടിയപ്പവും കിഴങ്ങുകറിയാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ വെള്ളം എടുത്തിട്ടുള്ളത്. പാലെടുത്തില്ല. പാല് രാവിലെ കുടിക്കാൻ ഒരു മൂഡില്ലാത്തത് കൊണ്ട് അതവിടെ വെച്ചേക്കാണ്. അപ്പം നമുക്ക് ഇടിയപ്പവും കിഴങ്ങുകറിയും കഴിക്കാം. നല്ല വിശപ്പ്. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഞാൻ നല്ല തുണി കഴുകി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വെയിലുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ല നിവർത്തിയിടാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ കഴുകി ലാസ്റ്റായപ്പോൾ മഴ പെയ്തായിരുന്നു. അപ്പോൾ തുണി ഭയങ്കര വല്ലാതെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി തുണി ഒന്ന് വിരിച്ചിടാം. അപ്പം ഇവിടെ ഫുൾ ഭയങ്കര മഴയാണ്. അപ്പം ഇവിടെ മണ്ണായതുകൊണ്ട് കണ്ടോ, ഈ കിടക്കുന്ന ഇവിടെ ഫുൾ ഇങ്ങനെ തെറ്റി കിടക്കുവാണ്. ഇന്നലെ ഇവിടെ ഞാനൊന്ന് വീണായിരുന്നു. വലിയ തരമൊന്നും പറ്റിയില്ല, പക്ഷെ വീണായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ തുണി വിരിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് തുണികളേ ഉള്ളൂ കമന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വിരിച്ചിടാം. നേരെ ആക്കിയിടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ ബാക്കിയൊക്കെ ഒരുവിധം വൃത്തിയായി കിടക്കുവാണ്. വലിയ പ്രശ്നമില്ല. പിന്നെ ഷീറ്റൊക്കെ അതെ, നല്ല കാറ്റുണ്ടായിരുന്നു രാവിലെ. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേത് ഒരു ഇതേ ഉള്ളൂ. ഇത് ക്ലിപ്പ് ചെയ്ത് അച്ഛൻ വന്ന് രാവിലെ എല്ലാം ഇട്ടിട്ടുണ്ട് ക്ലിപ്പ് ചെയ്തിട്ട്. അപ്പം നമുക്കൊന്നും കൂടി ഒന്ന് സ്ട്രെയിറ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇവിടെ ഒക്കെ ചെളിയാട്ടോ, സൂക്ഷിച്ച് നടക്കണം. അപ്പം ഇത് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ്. ഭയങ്കര പച്ചപ്പും ഹരിതാപും എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണ്. അപ്പം ഇതാണ് ഒരു വീട്ടിൻ്റെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു മാവ് ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത്. അപ്പം ആ മാവ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ മാവ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. തുണിയൊക്കെ ഞാൻ വിരിച്ചിട്ടു. ഞാൻ തിരിച്ച് മുകളിലേക്ക് വന്നു.
പിന്നെ എൻ്റെ ഒരു നോർമൽ ഡേ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ആക്ച്വലി നോർമൽ ഡേ എന്ന് പറയാനായിട്ട്. അപ്പം അമ്മ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഞാൻ റൂമിൽ പോയിട്ട് എനിക്ക് കോളേജിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഫോണിൽ നോക്കി റീൽസ് നോക്കിയിരിക്കും. പിന്നെ എനിക്ക് യൂട്യൂബിലേക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. അത് എപ്പോഴും പ്രൊഡക്റ്റീവ് ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ചുമ്മാ കിടന്ന് സമയം കളയും. അപ്പം ഇന്ന് എൻ്റെ ഒരു മൂഡിൽ കുറച്ച് വർക്ക് ചെയ്യണം, കോളേജിൽ കുറച്ച് വർക്ക് ചെയ്യണം എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ചെയ്യണം, എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇതിലെന്തൊക്കെ നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഇവിടെ നല്ല മഴക്കോള് വന്നു, നേരത്തെ വെയിലുണ്ടായിരുന്നല്ലോ. അപ്പം തുണിയൊക്കെ ഉണങ്ങി കിടക്കുമായിരുന്നു. അപ്പം ഞാൻ തുണിയൊക്കെ എടുത്ത് അകത്തിട്ടു. അപ്പം ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട് കാണാം. ആക്ച്വലി ഇത്രയും നേരം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എനിക്ക് കോള് വന്നു ഫ്രണ്ട്സിൻ്റെ, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി നേരം ഫോൺ നോക്കി. അപ്പോഴത്തേക്ക് 2 മണിയായി. ഇനിയിപ്പോൾ അമ്മ താഴെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പം പോയി ഫുഡ് കഴിക്കണം. ഇനി ഫുഡ് കഴിച്ചിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ അപ്പം നോക്കാം. ഉറക്കം വരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കിടക്കിടന്ന് ഉറങ്ങും ഉച്ചയ്ക്ക്. അല്ല, ഉച്ച സമയത്ത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ഒരു വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല. പിന്നെ വീഡിയോ എടുക്കണം എന്നുണ്ട്, പക്ഷെ മടി കാരണം ഒട്ടും വയ്യ. മടി പിടിച്ചിട്ട് കാര്യമില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാനും കിടപ്പുണ്ട്, ഇടാനും എടുക്കാനും ഉണ്ട്. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പക്ഷെ മടിയാണ് മക്കളെ. മടി എന്ന് പറഞ്ഞാൽ അസഹനീയ മടി. ഫുൾ ടൈം ഈ ബെഡിൽ കിടക്കാവും, അത്രയും നല്ലത്. ഫുഡ് പോലെ വേണം എന്നില്ല, അത്രയ്ക്ക് മടിയാണ്. പക്ഷെ മടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് പോകണ്ടേ. അപ്പം നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. എന്തായാലും ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് ബുക്ക് കണ്ടോ, ഇവൻ എന്നെ ഇങ്ങനെ കാത്തു നിൽക്കുക. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവന് അനക്കം കിട്ടും, അപ്പോഴത്തേക്ക് ദേ വന്ന് കാത്തു നിൽക്കുക. കണ്ടോ, വാലാട്ടിക്കൊണ്ട്. അപ്പം നമ്മളിതേ അച്ഛനെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, 2 പേരും ഉണ്ട്. 2 പേർക്കും എവിടെ പോയാലും കൂടെ വരണം. ആദ്യം ഇളയാൾ ഓടി വന്നു, പിന്നെ അതേണ്ട അച്ഛൻ്റെ കൂടെ അടുത്ത ആളും വന്നു. അപ്പം നമുക്ക് അച്ഛനാക്കിയിട്ട് വരാം. ഞാനപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി അച്ഛനെ കൊണ്ടാക്കിയിട്ട് വന്നു. എന്നിട്ട് ഞാൻ ചോറ് കഴിക്കാൻ ഇരിക്കുകയാണ്. നമുക്കിന്ന് നെത്തോലി ഉണ്ട്, പിന്നെ കാരൽ കറിയുണ്ട്, പിന്നെ മോരുണ്ട്, അതുപോലെ ഒരു തോരനുണ്ട്. അപ്പം ഞാൻ എല്ലാ മീനും ഞാൻ മീൻ കഴിക്കത്തില്ല. അത് നെത്തോലി കഴിക്കും, പിന്നെ ഞാൻ ചാളയും കഴിക്കും. എനിക്ക് കക്ക ഞണ്ട് കൊഞ്ച് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെത്തോലി മാത്രം എടുത്തേക്കുന്നത്. പിന്നെ മോരും ഉണ്ട്, അല്ലാതെ വേറെ മീൻ കറി ഉണ്ട്, പക്ഷെ അത് ഞാൻ കഴിക്കാത്തത് കൊണ്ടാണ് അത് ഞാൻ എടുക്കാത്തത്. അപ്പോൾ നമുക്കിനിപ്പോൾ ചോറ് കഴിച്ചിട്ട് കാണാം. അപ്പം നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വർക്കൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മടി. അപ്പം ഞാൻ ചിലപ്പം ചെയ്യാൻ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ ചെയ്യും. ഉറങ്ങാൻ ക്ഷീണം ചെറുതായിട്ടൊരു ക്ഷീണം ഉണ്ട് എനിക്ക്. അപ്പം ഞാൻ ചിലപ്പോൾ കയറി കിടന്ന് ഉറങ്ങിയിട്ട് എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യും. അല്ലെങ്കിൽ വൈകിട്ട് എഴുന്നേറ്റിട്ട് കോഫിയൊക്കെ കുളിച്ച് ഫ്രഷായിട്ട് ഈവനിങ് ഞാൻ എഡിറ്റിങ്ങും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും. അപ്പം അടുത്തത് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഇപ്പം ഞാൻ എന്തായാലും ഒന്ന് പോയി കിടക്കട്ടെ, ചാച്ചട്ടെ. എനിക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ഹറിബറി ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വന്ന് കിടന്നിട്ട് ഉറങ്ങിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ട്സ് പിന്നെയും വിളിച്ചു, വീഡിയോ കോൾ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാനും ദേവിയും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഇവിടെ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എഴുന്നേറ്റ് പോയി ഒന്ന് അമ്മയെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് കുളിച്ചു. ഞാൻ ഹെയർ ഇന്നലെ വാഷ് ചെയ്തുകൊണ്ട് ഇന്ന് വാഷ് ചെയ്തില്ല. അതിന് പിന്നെ പെട്ടെന്ന് ഞാൻ കുളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേ ഉള്ളായിരുന്നു ഇന്ന്. ഇപ്പോൾ ഇനി വർക്കും കാര്യങ്ങളൊന്നും നടക്കില്ല, ഗസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ വന്ന് പോയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ നോർമലി ഒരു ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യും. ചിലപ്പോൾ സിനിമ കാണും, അല്ലെങ്കിൽ പിന്നെയും സെയിം കട്ടിൽ കിടക്കുക എന്നുള്ളതാണുള്ളത്. അപ്പം ഇപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി അടുത്തത് എന്താ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ എല്ലാം ജോലിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഒന്ന് സെറ്റായി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും റെസ്റ്റ് ചെയ്തിരിക്കാം. ഇത്രയും നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാര്യം പെട്ടെന്ന് എടുത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരം ഇരുന്നിട്ട്. ആക്ച്വലി ഞങ്ങൾ ഗസ്റ്റ് അല്ല, ഫാമിലിയാണ്. അച്ഛൻ, എൻ്റെ അനിയൻ, പിന്നെ എൻ്റെ ബ്രദർ നന്ദു ആണ്. ഇത് കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ്റെ മോൻ്റെ നന്ദുവിൻ്റെ വൈഫാണ്. ഇത് അപർണ, ഞങ്ങൾ അമ്മൂന്ന് വിളിക്കും. ഇത് കുഞ്ഞമ്മയും അമ്മയാണ്. അപ്പോൾ ഇവരാണ് വന്നത്.
അപ്പോൾ അവരെല്ലാവരും പോയി. കൊച്ചച്ഛനും കുഞ്ഞമ്മയും മോനും വൈഫും കൂടാണ് വന്നത്. അപ്പോൾ അവർ പോയി. ഏകദേശം അവർ പോയപ്പോൾ 10:30 അപ്പം ഞാൻ ദേ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് എഡിറ്റിങ് പരിപാടിയും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പം ഞാൻ ദേ ലാപ്പിൽ വർക്ക് ചെയ്തു. ലാപ്പിൽ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളിന്ന് ഈ DIY ലൈഫ് കാണുമ്പോൾ ആ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ പരിപാടി ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു. പിന്നെ കുറച്ച് നേരം എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഫോണിൽ കുറച്ച് ചെയ്യാനായിട്ട്, എഡിറ്റിംഗ് ഒക്കെ അതൊക്കെ ചെയ്തു. പിന്നെ വർക്കൊന്നും നടന്നില്ല. നോക്കട്ടെ, നാളെയെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുവാണ്. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല ലേറ്റായി, ഒരു 12:45. അപ്പം ഞാൻ കിടക്കാൻ പോവാണ്. ഞാൻ മുഖമൊക്കെ കഴുകി വന്ന് വാഷ് ചെയ്തു. പിന്നെ മോയ്സ്ചറൈസർ ഇട്ടു കിടന്നു. അല്ലാതെ വേറൊന്നും രാത്രി യൂസ് ചെയ്യാറില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നോർമൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതാണ്. പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ മാത്രം ആണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. 95% ആളുകൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തേ? സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.